ഇവർക്കൊക്കെ ഞണ്ട് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ പത്തിരി അല്ലെങ്കിൽ ചോറ്. ചോറ് എന്ന് പറയുമ്പോൾ ബോയിൽഡ് റൈസ് ആണ്, മറ്റതൊന്നല്ല. കണ്ടോ? കൊതിപ്പിക്കാണ്ട് പിന്നെ എങ്ങനെയല്ലേ? വെളുത്തുള്ളി ചതച്ചിടുക, കുറച്ച് നേരം വഴറ്റുക, ഒരൽപ്പം ഉലുവ ചേർക്കുക, ഇത്ര ചേർക്കുക, നന്നായി വഴറ്റുക. 2 പച്ചമുളക്, ഒരു തക്കാളി, നന്നായി വഴറ്റുക. ഒരു തക്കാളി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് അരക്കുക. കുറച്ച് ഉപ്പിടുന്ന, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ക്ലീനാക്കി വെച്ച് ഞണ്ട് ഓരോന്നായി ചേർക്കുക. ലാസ്റ്റിലേക്ക് ഞണ്ടിടാണ്. ഓക്കെ, തീ കുറച്ചിട്ടില്ല. ക്ലോസ് ആക്കണോ? അല്ല, മിക്സ് ആക്കണോ? ഓക്കെ, മിക്സ് ആക്കാനുണ്ട്. നല്ലപോലെ മിക്സ് ആക്കണ്ട്. സോ ഇത് ലാസ്റ്റത്തെ സ്റ്റെപ്പായിരുന്നു. കഴിഞ്ഞു. ഇനിത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ, നോട്ട് മീഡിയം, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ആ ഒരു മസാലയിലും ഇതിൻ്റെ തന്നെ വെള്ളമുണ്ട്, അതിങ്ങനെ ഇറങ്ങി നല്ലൊരു വരട്ടിയ രീതിയിലാവും. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എനിക്കറിയില്ല എങ്ങനെ ചെയ്യണമെന്ന്. ഉമ്മ ഇവിടെ ഇല്ല, അപ്പുറത്ത് പോയിരിക്കുകയാണ്. സോ ഐ കനോട്ട് ടേക്ക് റിസ്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് വരാം ആ വറ്റി വരുമ്പോഴത്തേക്കാണ്. ഓക്കെ, ദേഴ്സ് എ ടിപ്പ്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതൊരു ടിപ്പായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വെള്ളം പെട്ടെന്ന് വറ്റണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി വെച്ച് ഹൈ ഫ്ലെയിമിലിടണം, എന്നാൽ പെട്ടെന്ന് വറ്റി വരും വെള്ളം. ലാസ്റ്റിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റിലേക്ക് നല്ലൊരു ഫ്ലേവർ ആൻഡ് മണത്തിന് വേണ്ടിയിട്ട്. ക്ലോസ് ആക്കണ്ടേ? അടച്ച് വെച്ച് ഓഫ് ചെയ്തിട്ടോ. എക്സ്ട്രാ സ്റ്റെപ്പാണ്, വേണമെങ്കിൽ യൂസ് ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇത് ഇതിൻ്റെ നടുക്ക് വെക്കുകയാണ്. ചാർക്കോള്, കുറച്ച് ഗീ അതിൻ്റെ മേലേക്ക് ഇത് ദമ്മിലിട്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആക്ച്വലി സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആണ്, ചെയ്യാണ്ടും നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഇല്ല എന്നല്ല, ഇത് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടി ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇവർക്കൊക്കെ ഞണ്ട് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ പത്തിരി അല്ലെങ്കിൽ ചോറ്. ചോറ് എന്ന് പറയുമ്പോൾ ബോയിൽഡ് റൈസ് ആണ്, മറ്റതൊന്നല്ല. ഏതായാലും കണ്ടോ? കൊതിപ്പിക്കാണ്ട് പിന്നെ എങ്ങനെയല്ലേ? പൊളി. ലാസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തുകൊണ്ട് ഇത് മണം ആൻഡ് ദെൻ ഫ്ലേവർ തന്നെ കുറച്ച് മാറിയിട്ടുണ്ട്. ബൈ ബൈ.